സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞത് ഈ മൗസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഏറെക്കുറെ 1 ഇയറിന് പുറത്തായി. ഞാൻ എൻ്റെ ഫസ്റ്റ് ഗെയിമിംഗ് മൗസ് ആയിട്ട് പർച്ചേസ് ചെയ്ത ഒരു മൗസ് ആയിരുന്നു യുവഫോക്സിന്റെ ബ്ലേസ് എന്ന് പറഞ്ഞ 600 രൂപയുടെ മൗസ്. 600-ന് ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുക. കറക്റ്റ് 600 അല്ല, 600-ന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു വർഷത്തിൽ കൂടുതൽ ഈ മൗസ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ മൗസ് നിങ്ങൾ വാങ്ങണോ വാങ്ങണ്ടേ, അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിന് ഈ മൗസ് ഉള്ള നല്ല വെർത്താണോ, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മസ്റ്റ് സബ്സ്ക്രൈബ് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് കൂടി തരിക. ഫസ്റ്റ് എൻ്റെ ഈ മൗസിന്റെ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങളിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്, കുറെ കാലമായാലും ഈ മൗസ് വാങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഉള്ളത് മൗസും അതുപോലെ തന്നെ മൗസിന്റെ ബോക്സും പിന്നെ ഒരു യൂസർ മാനുവലും വാറന്റി കാർഡും ആയിരിക്കും നിങ്ങൾക്ക് ബോക്സിനകത്ത് കിട്ടാൻ പോകുന്നത്. പിന്നെ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ ഒരു താങ്ക് യു കാർഡ് പോലത്തെ ഒരു കാർഡുമാണ് എൻ്റെ ഇന്ന് മിസ്സായി പോയിട്ടില്ല. അതും നിങ്ങൾക്ക് ബോക്സിനകത്ത് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം സ്റ്റിക്കേഴ്സും വാറന്റി കാർഡും കാര്യങ്ങളൊന്നല്ല, മൗസ് ആണ്. അപ്പോൾ മൗസ് ഏതായാലും നിങ്ങൾക്ക് ബോക്സിനകത്ത് കിട്ടുന്നതാണ്. ഇനി മൗസിന്റെ സ്പെസിഫിക്കേഷൻസും ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഫസ്റ്റ് ടൈം ഞാൻ ഈ മൗസ് ബോക്സിനകത്ത് നിന്ന് പുറത്തെടുത്ത സമയത്ത് ഇതിന്റെ വയേഴ്സിന്റെ ക്വാളിറ്റിയാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. കാരണം ബ്രേഡഡ് വയേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് ഈ മൗസിനകത്ത് കിട്ടാൻ പോകുന്നത്. ബ്രേഡഡ് ആയിട്ടുള്ള വയേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൗസിന്റെ വയറിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് കുറെ കാലം ഈ വയർ യൂസ് ചെയ്തുകൊണ്ട് ഈ മൗസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല കിടിലം ക്വാളിറ്റിയുള്ള ഒരു വയർ തന്നെയാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വയറിന്റെ ക്വാളിറ്റി മാത്രമല്ല, മൗസിന്റെ ബോഡിയുടെ ക്വാളിറ്റി അടിപൊളിയാണ്. നല്ല പ്രീമിയം പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് മൗസിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അപ്പോൾ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല കിടിലം ക്വാളിറ്റിയിലാണ് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ അവർ ഈ മൗസ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്പെസിഫിക്കേഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 കസ്റ്റമൈസബിൾ ബട്ടൺസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഉണ്ട്. ഈ ബഡ്ജറ്റ് റേഞ്ചിൽ വേറെ ഏതെങ്കിലും മൗസിന് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഈ മൗസിനകത്തുള്ള 8 ബട്ടൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. ഇനി DPI പോളിംഗ് റേറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,800 വരെ DPI നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം 1000 വരെ പോളിംഗ് റേറ്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. DPI എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. DPI എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൗസിന്റെ കേഴ്സർ എത്ര സ്പീഡിൽ മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സെറ്റിംഗ്സ് ആണ് DPI എന്ന് വെച്ചാൽ. നിങ്ങൾ മൗസിന്റെ DPI കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൗസ് മെല്ലെ നീക്കിയാൽ തന്നെ നിങ്ങളുടെ മൗസിന്റെ കേഴ്സർ സ്പീഡിൽ മൂവ് ആവുന്നതാണ്. ഇനി നിങ്ങൾ DPI കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൗസിന്റെ കേഴ്സർ മൂവ് ആവുന്നത് സ്ലോ ആയിട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ DPIയുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മൗസിനകത്ത് ഡെഡിക്കേറ്റഡ് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നിങ്ങൾക്ക് ഒന്നെങ്കിൽ DPI കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനകത്ത് കയറിയിട്ട് ആ ബട്ടൺ കസ്റ്റമൈസ് ചെയ്ത് വേറെ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ DPI കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മൗസിനകത്ത് കൊടുത്തിരിക്കുന്ന RGB ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അതും സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബട്ടൺ മൗസിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് വേറെ ബട്ടൺ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റുന്നതാണ്. കുറെ അധികം ലൈറ്റിംഗ് പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വെറൈറ്റി ആക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 600 രൂപയ്ക്കുള്ളിൽ ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു മൗസ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ബ്രേഡഡ് വയേഴ്സ് കിട്ടുന്നതാണ്, 8 കസ്റ്റമൈസബിൾ ബട്ടൺ കിട്ടുന്നതാണ്, RGB ലൈറ്റിംഗ് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് 12,800 വരെ DPI കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 വരെ പോളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു കിടില മൗസ് ആണ് ഇത്. ഇനി ഈ മൗസ് ആരൊക്കെ വാങ്ങണം ആരൊക്കെ വാങ്ങണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഗെയിമർ ആണ്, നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൗസ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് 600 രൂപയ്ക്ക് ഉള്ളിൽ കൂടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ മൗസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം അത്രയും ഫീച്ചേഴ്സ് ആണ് 600 രൂപയ്ക്ക് ഉള്ളിൽ ഈ മൗസിനകത്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഗെയിമേഴ്സിന് എന്തായാലും ഈ മൗസ് കണ്ണും പൂട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി വീഡിയോ എഡിറ്റേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർക്ക് ഈ മൗസ് കണ്ണും പൂട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം ഇഷ്ടംപോലെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ അസൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ഫ്ലോ ഒക്കെ സ്പീഡ് ആക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി പെട്ട ആൾക്കാരൊക്കെ ഈ മൗസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 600 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും വാല്യൂ ഫോർ മണി ആയിരിക്കും. അപ്പോൾ ഈ മൗസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ അതൊരു സപ്പോർട്ട് ആയിരിക്കുന്നതാണ്. പിന്നെ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൂടി തരാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.